ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം തലമുറയുടെ അലമുറ. നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ഉയർത്താവുന്ന ഒരു അലമുറയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ ശാപം പേറുന്ന തലമുറയ്ക്ക് നമ്മൾ ജന്മം കൊടുത്താൽ അവരുടെ അലമുറ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അതത്ര രസമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലരുടെയും പലതരം അലമുറകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു സംഭവം, മകള് കൂടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തിനാ എനിക്ക് ജന്മം തന്നേ? എന്നെ അങ്ങോട്ട് കൊന്നുകളഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ നിങ്ങൾക്ക് എനിക്ക് ജന്മം നൽകാനായിട്ട് തോന്നിയത്? അങ്ങനെ അലമുറയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മകള്. ഇതുപോലെ പലതരത്തിലുള്ള അലമുറകളെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഒരലമുറ. വചനത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും ദൈവത്തിൻ്റെ ഒരു അലമുറ. യെശയ്യാ 5-ാം അധ്യായം വായിച്ചാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാത്ത, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നില്ല? അങ്ങനെ ഒരു പരാതി പരിഭവം, ഒരലമുറ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. യോഹന്നാൻ 3:16 വായിച്ചാൽ സ്വപുത്രനെ പോലും നൽകിക്കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. എന്താ? അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അപ്പം ഇന്ന് ഒരുപാട് പേര് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ദൈവം കണ്ടു കഴിഞ്ഞാൽ ഈ അലമുറ വരാതിരിക്കുമോ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും? ഞാൻ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് എന്തുകൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നില്ല? യെശയ്യാ 1-ാം അധ്യായം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, പക്ഷെ അവരെന്നോട് മറുതലിക്കുന്നു, അവരെന്നെ അനുസരിക്കുന്നില്ല. യെശയ്യാ 43:20 മുതൽ വായിക്കുമ്പോൾ പക്ഷിമൃഗാദികൾ എന്നെ മഹത്വപ്പെടുത്തുന്നു, എന്നാൽ എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം, എൻ്റെ മക്കൾ അത് ചെയ്യുന്നില്ല. ഈ മൃഗങ്ങളും പക്ഷികളും ചെയ്യുന്ന അത്രയും പോലും കാര്യങ്ങൾ എൻ്റെ മക്കള് അല്ലെങ്കിൽ അവരാ നന്ദി പ്രകാശിപ്പിക്കുന്നില്ല എന്നുള്ള ഒരലമുറ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഹോശേയയുടെ പുസ്തകം 11-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ഒരു കാതലായ സന്ദേശം ഇതാണ്: നന്ദികെട്ട ജനം. വേണ്ടതുപോലെ ദൈവത്തോട് നമ്മൾ നന്ദിയില്ലാത്തവരാകുമ്പോൾ, കൃതജ്ഞതയില്ലാത്തവരായി മാറുമ്പോൾ ഈ ഒരു അലമുറ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് തലമുറയുടെ അലമുറ. ഇനി അങ്ങനെ ഒരു തലമുറയാണ് നമ്മൾ ജന്മം കൊടുത്തിരിക്കുന്നത് എങ്കിൽ അവരുടെ അലമുറ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ഒരു പെങ്കൊച്ച്, അവൾക്ക് ജീവിക്കാൻ ഇഷ്ടമില്ല, ഒരുപാട് ആന്തരിക മുറിവുകൾ, ഇനി അവൾക്ക് ഒരുപാട് ശാരീരിക രോഗങ്ങൾ. ഇവിടെ കൊണ്ടുപോയിട്ട് ടെസ്റ്റൊക്കെ നടത്തിക്കിയിട്ട് അവൾക്കൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. വൈദ്യശാസ്ത്രം പറയുന്നു അവൾക്കൊരു കുഴപ്പമില്ല, പക്ഷേ ഇവക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീടാണ് മനസ്സിലായത് ഇവക്കൊരു തിരസ്കരണം കിട്ടിയതാണ്. അതായത് അപ്പം പറഞ്ഞു വേണ്ടായിരുന്നു, പക്ഷെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അത് അബോർഷനാകാതെ ആ കുഞ്ഞിന് ജന്മം നൽകിയത്. പക്ഷെ ആ കിട്ടിയ തിരസ്കരണം, അതുപോലെ അതുമൂലം ഇവളുടെ സ്വഭാവത്തിൽ വന്ന പ്രത്യേകതകൾ, അവൾക്ക് ജീവിക്കണമെന്ന് പോലും താല്പര്യമില്ല. മാതാപിതാക്കളെ കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥ. ഈ അലമുറയ്ക്ക് കാരണമാരാ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ തലമുറ ശാപം പേറുന്ന തലമുറയാകുന്നത് എപ്പോൾ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 25-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിശുദ്ധ ബന്ധങ്ങളിൽ നിന്ന് ജനിക്കുന്ന മക്കള് അവരുടെ വേര് പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, നിനക്ക് നിന്റെ ജീവിത പങ്കാളിയിൽ നിന്നല്ലാതെ ഒരു കുഞ്ഞ് ലോകത്തിൽ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് പിടിക്കത്തില്ല. അത് ശാപം പേറുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ കാണേണ്ടി വരും. മറ്റൊന്ന് അധർമ്മം എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ചിൽഡ്രൻ ബോൺ ഔട്ട് ഓഫ് ഇല്ലിസിറ്റ് യൂണിയൻ. അരുതാത്ത ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടായ മക്കള്. ജ്ഞാനം 3:19 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ തലമുറയ്ക്ക് ഭീകരനാശം സംഭവിക്കും. ശാപം പേറുന്ന ഒരു തലമുറയായിട്ട് അവര് അവശേഷിക്കും. നമുക്ക് കാണാൻ സാധിക്കും ചില കുടുംബങ്ങൾ, അവരുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കാണ്. മാതാപിതാക്കൾ പരസ്പരം വഴക്ക്. അതല്ലെങ്കിൽ അങ്ങനത്തെ ചുമ്മാ പേരൻസുമായിട്ടും അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടൊക്കെ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അവര് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വരുന്ന മക്കൾ വഴക്കാളികളാകാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ളൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുക, അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവരൊക്കെ സ്നേഹത്തിൽ വളരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പശ്ചാത്തലം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളുടെ ജീവിതമാണ് മക്കൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം. ഇത് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിച്ചൊരു കാര്യം. മാതാപിതാക്കളുടെ ജീവിതം അതാണ് മക്കൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം. ആ ജീവിതം നല്ലതാണെങ്കിൽ, ജീവിതം വിശുദ്ധമാണെങ്കിൽ മക്കൾക്ക് അതിൽ നിന്നും ഒത്തിരി പഠിക്കാൻ പറ്റും, ഒത്തിരി നേടാൻ പറ്റും. അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ മക്കൾക്ക് അത് നുകരാൻ പറ്റും, അതുപോലെ തന്നെ സ്നേഹത്തിൽ വളരാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥനക്കാരുടെ ഒരലമുറ നല്ലതാണ്. അലമുറയിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുന്ന ചില ബൈബിൾ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ അലമുറയിടുമ്പോൾ ഒരുപാട് പാപം അപ്രത്യക്ഷമാകും, അല്ലെങ്കിൽ
അഗ്നി അത് കെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. എസെക്കിയേൽ 21:6 ഹൃദയം പൊട്ടുമാറ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു അലമുറയായിട്ട് അതിനെ കാണാൻ പറ്റും. പക്ഷെ അത് പ്രാർത്ഥനക്കാരിടുന്ന ഒരു അലമുറ. 1 രാജാക്കന്മാർ 22:32 വായിച്ചാൽ യഹോഷാഫാത്ത് അതുപോലൊരു വിളിക്കുന്നത് കാണാൻ പറ്റും. ദൈവമേ എന്നൊരു വിളി, ഒരലമുറ പോലത്തെ ഒരു വിളി. ദൈവം അവനെ സഹായിച്ചു എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. യൂദിത്ത് 7:29 വായിക്കുമ്പോൾ ഇസ്രായേൽക്കാർ ഒന്നടങ്കം അലമുറയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. കർത്താവ് അവരെ സഹായിച്ചു. ദാനിയേൽ 13:24 വായിച്ചാൽ സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് സഹായമായി വന്നു. യെരമ്യാ 49:3 ഉച്ചത്തിൽ നിലവിളിക്കുക, കരയുക. ഇതെല്ലാം കർത്താവ് തന്നിരിക്കുന്ന നിർദ്ദേശമാണ്. ഇത് പ്രാർത്ഥനക്കാരുടെ ഒരു അലമുറയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ ഉണ്ടാവും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും ഭക്തിപൂർവ്വം സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.